ഞാൻ ഈ ഒരു സിനിമ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടറാണ് ഗൗതം തിനാരി, നമ്മുടെ ജേഴ്സിയുടെ ഒക്കെ ഡയറക്ടറാണ്. ഞാൻ ഈ ഒരു ട്രെയിലറും ഒന്നും കണ്ടിട്ടില്ല. ഒരു ടീസർ കുറച്ചു കാലം മുമ്പ് വന്ന അനുജിത്തിന്റെ ബീജിയം ഒക്കെ ആയിട്ട് വിജയ് ദേവർകൊണ്ടയുടെ ഒരു ബാക്ക് ഷോട്ടും ഒരു ജയിലിനകത്ത് നടക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരു ടീസർ ആയിരുന്നു, അത് കണ്ടിട്ടുണ്ട്. അതെനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. വിജയ് ദേവർകൊണ്ടയുടെ ഒരു കംബാക്ക് പ്രതീക്ഷ മൂവി തന്നെയാണ്. അതുപോലെ ഒരു കംബാക്ക് നടത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ. കാരണം അർജുൻ റെഡ്ഡിക്ക് ശേഷം വന്നിട്ടുള്ള എല്ലാ മൂവീസും ഫ്ലോപ്പ് ആയിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി കംബാക്കും ഒരു നല്ലൊരു ക്യാരക്ടർ പ്രസന്റേഷൻ പുള്ളിക്കാരൻ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് ആ ഒരു നടനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് ആയാലും ആക്ടിങ്ങിലായാലും ആ ഒരു ബോഡി ലാംഗ്വേജിലായാലും ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ സിനിമയിലോട്ട് വരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ കിട്ടില്ല മൂവി, വേറെ ലെവലായിട്ടുള്ള ഒരു മൂവി എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവന്ന ഒരു ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയാണ്. ഇപ്പൊ എടുത്തു പറയണമെങ്കിൽ സലാർ, KGF, ഈ അടുത്ത് വന്ന റെട്രോ, ഇങ്ങനത്തെ ഒരു മൂവീസിന്റെ ഒക്കെ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്ന മൂവിയാണ്. പക്ഷെ ഈ ഒരു മൂവി എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ എക്സിക്യൂഷൻ ആണ്. മേക്കിംഗ്, പ്രസന്റേഷൻ, സ്റ്റോറി ടെല്ലിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് എടുത്തു പറയണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മൂവീസിന്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ റൈറ്റിംഗ് അടിപൊളിയായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും ആ ഒരു വേൾഡ് ബിൽഡും സിറ്റുവേഷൻസും അതിനെ കണക്ട് ചെയ്യുന്നതും പിന്നീട് നടക്കുന്ന ഒരുപാട് ഇവന്റ്സും അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ബിൽഡിനകത്ത് നടക്കുന്ന കയോസും ക്യാരക്ടേഴ്സും അവരുടെ പ്രസന്റേഷനും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻസും ഇമോഷൻസും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കിങ്ഡം എന്ന് പറയുന്ന ഒരു വേൾഡിലോട്ട് കൊണ്ടുപോയതിനു ശേഷം അവിടെ നടക്കുന്ന ഒരുപാട് ഇവന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടതാണെങ്കിലും കാണുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാത്ത രീതിയിലാണ് ഇതിലെ ഓരോ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മ്യൂസിക്കും, മറ്റൊന്ന് സിനിമാറ്റോഗ്രാഫിയും. ചില സീക്വൻസ് ഒക്കെ ഭയങ്കര ലാഗ് ഫീൽ ചെയ്യും, ചില സീക്വൻസ് ഒക്കെ നമുക്ക് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നും, അടുത്ത് എന്ത് നടക്കാൻ പോകുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു സീക്വൻസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ആ ഒരു എൻഗേജിംഗ് ഫാക്ടറിൽ എത്തിക്കുന്നതിൽ ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതിന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. അതിൽ അനിരുദ്ധ് പുള്ളിക്കാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി ഒരു ഇന്റർവൽ പോർഷനിൽ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവിടുത്തെ ഒരു മ്യൂസിക് ട്രാക്കും ആ ഒരു സീക്വൻസും അതിന്റെ ഒരു ബ്ലെൻഡും അടിപൊളിയായിരുന്നു. ഓവറോൾ ഈ ഒരു സിനിമയിൽ പല ഏരിയാസും പ്രഡിക്റ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് ഡൗൺ ആവുന്ന ഏരിയാസിലൊക്കെ മ്യൂസിക് വെച്ച് ആ ഒരു സീക്വൻസിന് വേറെ ലെവലിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ജോമോനും ഗിരീഷ് ഗംഗാധരനുമാണ്. ഓരോ ഫ്രെയിംസും ടോപ്പ് ലെവലാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഉള്ള ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസ് വേറെ ലെവലായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിയിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ആയിട്ട് സ്റ്റോറിയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു സ്റ്റൈൽ എങ്ങോട്ടാണെന്ന്. പക്ഷെ ആ ഒരു വേൾഡ് ബിൽഡ് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ആ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് ആദ്യത്തെ ഒരു 10-15 മിനിറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് എറയിൽ നടക്കുന്ന ഒരു ഇവന്റ് കാണിച്ചിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്പോയിലൊന്നുമല്ല. ആ ഒരു ഇവന്റ്, അതിന്റെ എക്സിക്യൂഷൻ, അതിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ സിനിമ ഏത് ലെവലാണ്, ഏത് ക്വാളിറ്റിയിലാണ് പോയിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ശരി, അവിടുത്തെ പെർഫോമൻസ് ആയാലും ഡയലോഗ്സ് ആയാലും ആ ഒരു സിനിമാറ്റോഗ്രാഫി ആയാലും മ്യൂസിക് ആയാലും കളറിംഗ് ആയാലും ഈച്ച് ആൻഡ് എവറിത്തിങ് വാസ് അമേസിംഗ്. അത്ര പൊളിയായിരുന്നു. ആ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാക്സിമം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ സിനിമ ഏത് ക്വാളിറ്റി ആണെന്നുള്ളത്. അത്ര കിടലായിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. സ്ഥിരമായിട്ട് കാണുന്ന സ്റ്റോറിയും ടെംപ്ലേറ്റും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീക്വൻസും വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ലെങ്കിലും നല്ല നൈസായിട്ട് തന്നെ ഇതിന് പ്രസന്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലെ വില്ലൻ എടുത്തു പറയണം, വെങ്കടേഷ്, നമ്മളെ വെങ്കിയാണ്. നമ്മൾ ആങ്കറൊക്കെ ചെയ്യുന്ന പ്രോഗ്രാംസിൽ ഞാൻ പുള്ളിക്കാരൻ്റെ ഷോസ് ഒന്നും കണ്ടിട്ടില്ല, റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പയ്യൻ അതും തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് അവിടുത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി, അത് വിജയ് ദേവർകൊണ്ടയും അങ്ങനത്തെ ഒരു വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള മൂവിയിൽ ഒരു മെയിൻ വില്ലനായിട്ടൊക്കെ വരുക എന്ന് പറയുന്നത് അത് അടിപൊളിയാണ്. പുള്ളിക്കാരന്റെ കരിയർ ഇനി ഇവിടെ നിന്ന് വേറൊരു ട്രാക്കിലോട്ട് തന്നെ പോകും. കാരണം അത്ര കിടിലം പെർഫോമൻസ് ആയിരുന്നു ആസ് ഒരു വില്ലനായിട്ട്. പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ, ആ ഒരു ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറീസും, അതും ലാസ്റ്റ് ഒരു ക്ലൈമാക്സിൽ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു വൈറ്റ് ഷോട്ട് ഉണ്ട്. ആ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും പുള്ളിക്കാരനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനത്തെ ലെവലായിട്ടുള്ള ആക്ടർ ആണെന്ന് അതിൽ തെളിയിക്കുന്നുണ്ട്. അത്ര കിട്ടിലെ പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരന്റെ പെർഫോമൻസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ അതുപോലെ തന്നെ സത്യദേവുണ്ട്. നമ്മളെ ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്കിൽ ബോബിയൊക്കെ വന്ന നമ്മളെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഒക്കെ റീമേക്കിലായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനുണ്ടല്ലോ. പുള്ളിക്കാരന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഓവറോൾ സിനിമ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേ ഒരു ടെംപ്ലേറ്റ് ആണെങ്കിലും ദ വേ ദേ എക്സിക്യൂട്ട് ദിസ് മൂവി വാസ് ലൈക്ക് റിയലി ഗുഡ്. ആ റൈറ്റിംഗിലായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ചില ഏരിയാസിൽ ഒന്ന് ഡൗൺ ആവുന്നുണ്ട്, ചില ഏരിയാസിൽ ഒരു എൻഗേജിംഗ് ഫാക്ടർ ഇല്ല. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ആ ഒരു തിയേറ്ററിന്റെ അകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് വന്ന ഒരു നൈസ് മൂവി തന്നെയാണ്. ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു ട്രെൻഡ് ഈ സിനിമയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂവിക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതും നല്ല പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ തന്നെയാണ്. സെക്കൻഡ് പാർട്ടിൽ എന്താണ്, ആരാണ് വരാൻ പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നതൊക്കെ അറിയാം. പക്ഷെ അത് നൈസ് ആയിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു പ്രീ ക്ലൈമാക്സ്, ഒരു ലാസ്റ്റ് ഒരു 20-30 മിനിറ്റ്സ് അത് അടിപൊളിയായിരുന്നു. അവിടുത്തെ ഒരു ഫൈറ്റ് സീക്വൻസും എക്സിക്യൂഷനും ആ ഒരു ഡയലോഗ് ഡെലിവറിയും അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ പോർഷൻ വാസ് ലൈക്ക് റിയലി ഗുഡ്. ആ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സിനിമ തീരണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി കാണണമെന്ന് തോന്നിക്കുന്ന ഒരു പോർഷൻ ആയിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, സ്ഥിരമായിട്ടുള്ള അതേ ഐറ്റം തന്നെയാണ്. പക്ഷെ ആ ഒരു സെക്കൻഡ് പാർട്ടോട്ട് കൊണ്ടുപോകുന്ന ഒരു ത്രെഡ് അടിപൊളിയായിരുന്നു ഈ ഒരു മൂവിയിൽ. അവിടുത്തെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആയാലും ആ ഒരു വേൾഡ് ചേഞ്ച് ആയാലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതേ കാര്യം ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു മൂവിയുടെ ആ ഒരു പ്രസന്റേഷൻ സ്റ്റൈലിൽ കുറച്ച് രസമായിരുന്നു കാണാനായിട്ട്. ആ ഒരു എൻഡിങ് അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എൻഡിങ് പോർഷനൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയും കുറച്ചുകൂടി പോയെങ്കിൽ
അടിപൊളിയായിരിക്കും. കാരണം അങ്ങനത്തെ ഒരു കിഡിലെ എൻഡിങ് ആയിരുന്നു. സോ എന്തായാലും കണ്ടു നോക്കുക. ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു നൈസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. വിജയ് ദേവരകൊണ്ടയുടെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം പുള്ളിക്കാരന്റെ റീസെന്റ് ഉള്ള എല്ലാ മൂവീസ് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസും നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.